ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഓണിയൻ പല രീതിയിൽ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഈസി ആയിട്ട്, പ്രത്യേകിച്ചും കുക്കിംഗ് ഒക്കെ പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ കുക്കിംഗ് അറിയാവുന്നവർ വിചാരിക്കുന്നത് എന്ത് ഇത്ര വലിയ കാര്യമെന്ന്. പക്ഷേ ബേസിക്കായിട്ട് കുക്കിംഗ് ഒന്നും അറിയാത്ത കുട്ടികൾക്ക് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരുപാട് പേര് കമൻ്റ് ഇടാറുണ്ട്. ഈവൻ എൻ്റെ മോനും പറയുന്നൊരു കാര്യമാണ്, അമ്മ ഇതേപോലെ പുറത്തൊക്കെ പോയി പഠിക്കുമ്പോൾ ഹയർ സ്റ്റഡീസിനൊക്കെ പുറത്ത് പോകുമ്പോൾ തന്നെ കുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഞങ്ങൾക്കും കൂടെ യൂസ് ആവുന്ന പോലെ അമ്മ ഒരു വീഡിയോ ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരുടെ റിക്വസ്റ്റിനും പരിഗണിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ ഈസി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. പല ഗ്രേവിക്കും നമ്മൾ പല രീതിയിലാണ് ഓണിയൻ കട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സാണ് ഞാനിവിടെ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 4 ഓണിയൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ തൊലിയെല്ലാം കളയാം. അതിനുശേഷം ഒന്ന് വാഷ് ചെയ്ത് കൊണ്ടുവരാം. പിന്നെ നമുക്ക് പല രീതിയിലും അരിഞ്ഞ് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഓണിയൻ്റെ തൊലി കളയുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഈ ഭാഗത്ത് ചെറുതായിട്ട് ബാക്ക് സൈഡിൽ ഒരു കട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഒന്ന് നേരെ അങ്ങ് മുറിക്കുക. ഇതിനെ പകുതിയായിട്ട് മുറിക്കുക സവാളേനെ. ഇങ്ങനെ മുറിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലി കളയാനും വളരെ ഈസി ആയിരിക്കും. സവാള മുറിക്കാതെ തൊലി കളയുന്നേക്കാൾ എളുപ്പമാണ് നമുക്ക് സവാള പകുതിയായിട്ട് മുറിച്ചതിന് ശേഷം തൊലി കളയാൻ. വേണ്ടില്ലേ, പെട്ടെന്ന് തന്നെ നമ്മുടെ സവാളയുടെ തൊലി പോന്ന് കിട്ടി. കണ്ണിൽ നിന്ന് വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സവാള ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. മാത്രമല്ല, നമ്മൾ സവാള തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം കുറച്ച് ഐസ് വാട്ടറിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളമൊന്നും വരില്ല കണ്ണിൽ നിന്ന്. അല്ലെങ്കിൽ കുറച്ച് നേരം ഫ്രീസറിൽ എടുത്ത് വെച്ചാൽ മതി, ഒരു 10 മിനിറ്റ് നേരത്തോളം. അങ്ങനെയാണെങ്കിലും ഒരുപാട് കണ്ണുനീര് വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതേപോലെ തൊലി ഞാൻ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ബിസ്തയ്ക്ക് കട്ട് ചെയ്യുന്ന വേണ്ടിയിട്ടാണ് ഞാൻ തൊലി കളഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് സാധാരണ വെറുതെ റൗണ്ടിൽ കട്ട് ചെയ്യില്ലേ, നമ്മൾ ഈ സലാഡിനൊക്കെ വെക്കാൻ വേണ്ടി വെറുതെ കട്ട് ചെയ്യുന്ന റൗണ്ടായിട്ട് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അപ്പോൾ നമുക്ക് സവാളയുടെ തൊലി കളയാൻ ഇങ്ങനെ നേരെ മുറിക്കാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഈ കടയുടെയും ഇവിടുത്തെ ഭാഗം കളയാം, അതുപോലെ തന്നെ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം സാധാരണ രീതിയിൽ ഇതിൻ്റെ തൊലി കളയണം. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് റൗണ്ടിലല്ലേ വേണ്ടത്. അപ്പം നെടുകെ മുറിച്ച് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ റൗണ്ടിൽ കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ രീതിക്ക് വേണ്ടി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ അതിൻ്റെ തൊലി കളയണം. ഇതിൻ്റെ കണ്ടില്ലേ, ഈ ഭാഗം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു ആദ്യത്തെ ഒരു ഭാഗം അങ്ങ് കളയാം. ഇത് നന്നായി വാഷ് ചെയ്യണം കേട്ടോ. സവാളയൊക്കെ ഒരുപാട് അഴുക്കുള്ള സംഭവമാണ്, ഭൂമിയുടെ അടിയിലുള്ളതല്ലേ. അപ്പോൾ എന്തൊക്കെ വളമാണ് നമുക്ക് ഇടുന്നതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നന്നായി വാഷ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ സവാള ഇത് വട്ടത്തിൽ അരിയാനുള്ളതാണ്. അത് നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിയാനുള്ളത് ഈ നമ്മൾ ചൈനീസ് റെസിപ്പീസിലൊക്കെ ഇടില്ലേ, ക്യൂബ്സ് ആയിട്ട്, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സവാള മുറിക്കുമ്പോഴും നേരെ തൊലി കളയാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ഈ ഭാഗത്തുനിന്ന് ആദ്യം തന്നെ തൊലി കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ നമുക്കിതിനെ ഹാഫായിട്ട് അങ്ങ് മുറിക്കാം. ഫ്രിഡ്ജിൽ വെക്കണേ ഏറ്റവും നല്ലത് കേട്ടോ. ഈ നിങ്ങൾ സവാള ഉപയോഗിക്കുന്നത്, ഇപ്പോൾ കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തലേദിവസം എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെയൊക്കെ നമ്മളെ പണിയൊക്കെ പെട്ടെന്ന് കഴിയും. സവാള തൊലി കളയാനും ഈസിയാണ്, അതുപോലെ തന്നെ മുറിക്കാനും ഈസി ആയിരിക്കും. അപ്പോൾ ഇത്ര സവാള വെച്ചിട്ട് നമുക്ക് നമ്മുടെ പരിപാടികൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അല്ലെങ്കിൽ പിന്നെ എക്സ്ട്രാ സവാള എടുക്കാം. അപ്പോൾ ഈ സവാള ഞാൻ ആദ്യം തന്നെ വാഷ് ചെയ്ത് കൊണ്ടുവരട്ടെ. അതിനുശേഷം കുറച്ച് ഐസ് വാട്ടറിൽ ഇട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ സവാള ഞാൻ നന്നായി വാഷ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഐസ് വാട്ടറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിയേണ്ട സവാള ആദ്യം തന്നെ ഈ ഐസ് വാട്ടറിൽ നിന്ന് എടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഐസ് വാട്ടറിൽ ഇട്ട് വെച്ചോളൂ. അതിന് ശേഷം ഒരു തുണി കൊണ്ട് നന്നായി തുടയ്ക്കാം. അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് കളയാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സവാള അരിയുമ്പോൾ വെച്ചരിയാൻ വേണ്ടി ഒരു കട്ടിംഗ് ബോർഡ്, അത് മരത്തിൻ്റെ ആണെങ്കിലാണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ എല്ലാവരുടെ അടുത്ത് മരത്തിൻ്റെ ബോർഡ് ഉണ്ടായിരിക്കണം എന്നില്ല അല്ലേ. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കുക. അപ്പോൾ ഈ ബോർഡാണെങ്കിൽ നല്ല വെയിറ്റ് ഉള്ള ബോർഡാണ്, ഇതങ്ങ് പെട്ടെന്ന് സ്ലിപ്പാവില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബോർഡ് ചിലപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അരിയുന്ന സമയത്ത് സ്ലിപ്പാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പല വീഡിയോസിലും പല ഷെഫ്സും കാണിച്ചു തന്നിട്ടുള്ള ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് നമ്മുടെ ടേബിളിൽ വെക്കുക, അതിന് മുകളിൽ നമ്മൾ കട്ടിംഗ് ബോർഡ് വെക്കുക. ഓക്കെ, അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ അങ്ങ് ഇളകിപ്പോവില്ല, ഈ കട്ടിംഗ് ബോർഡ് ആടില്ല. അതുപോലെ തന്നെ നനഞ്ഞ തുണി അല്ലാന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ ആയാലും ഒന്ന് നനച്ചിട്ട് അതിൻ്റെ മുകളിൽ കട്ടിംഗ് ബോർഡ് വെച്ചാൽ മതി. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നല്ല മൂർച്ചയുള്ള കത്തി.
അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഏത് കത്തിയാണെങ്കിലും ഉപയോഗിക്കാം. പ്രൊഫഷണൽസൊക്കെ ഉപയോഗിക്കുമ്പോൾ വലിയ കത്തിയാണ്, ഷെഫ്സ് നൈഫ് ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മുടെ അടുത്ത് ഇപ്പോൾ എല്ലാവരുടെ അടുത്തും അതുപോലെ കത്തി ഉണ്ടായിരിക്കണം എന്നില്ല. എൻ്റെ അടുത്ത് ഉണ്ട്, പക്ഷേ ഞാൻ കംഫർട്ടബിൾ അല്ല സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. എനിക്ക് ഇതുപോലെ കുഞ്ഞു കത്തിയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഏത് കത്തിയാണെങ്കിലും നല്ല ഷാർപ്പായിരിക്കണം, നല്ല മൂർച്ചയുള്ള കത്തിയായിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിനി നൈസായിട്ട് നമ്മുടെ ബിസ്തയ്ക്ക് അരിയുന്ന പോലെ കട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തുടച്ച് വെച്ചിരിക്കുന്ന ഒരു സവാളയുടെ പകുതി ഭാഗം എടുക്കുക. അതിനുശേഷം നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ചിട്ട് വളരെ നൈസായിട്ട് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. മൂർച്ചയുള്ള കത്തി ഉപയോഗിക്കുമ്പോഴാണ് ഇതേപോലെ നൈസാക്കി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഗ്രേവിക്ക്, ചിക്കൻ ഗ്രേവിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സവാള കട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇത്രയും നമ്മൾ നൈസാക്കില്ല എന്ന് മാത്രം. കുറച്ചും കൂടെ നമ്മൾ തിക്കായിട്ട് അങ്ങ് ഇതേപോലെ തന്നെ മുറിക്കണം. പക്ഷേ കുറച്ചും കൂടെ അങ്ങ് തിക്നെസ് കൂട്ടി മുറിക്കണം. അപ്പോൾ ഇതുപോലെ സവാള നമ്മൾ അരിഞ്ഞിട്ട് പൊരിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സവാള നല്ല ബ്രൗൺ കളറായിട്ട് നമുക്ക് ബിരിയാണിയുടെ മേലേക്ക് അങ്ങ് ഇടാൻ പറ്റും. ഇത് കണ്ടോ, അത്രയും തിന്നായിട്ടാണ് നമ്മൾ മുറിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ മൊത്തത്തിലങ്ങ് മുറിക്കാം. അപ്പോൾ ഞാനിന്ന് എഗ് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എഗ് ബിരിയാണി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് മുറിക്കണം. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ തിരിച്ച് വയ്ക്കാം കേട്ടോ. ഒരുപാട് നേരം ഫ്രീസറിൽ വെക്കാൻ പാടില്ല കേട്ടോ. ഒരുപാട് നേരം ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടങ്ങ് വെള്ളം അതിലുള്ളിൽ കയറിപ്പോവും. അപ്പോൾ ഇതുപോലെയാണ് ഈ രീതിയിൽ നമുക്ക് സവാള കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി സാധാരണ എല്ലാവർക്കും ഏകദേശം ഒരുവിധം എല്ലാ കുട്ടികൾക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് വളരെ നൈസാക്കിയിട്ട് സവാള എങ്ങനെയാണ് മുറിക്കുക എന്നുള്ള സംഭവം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഭാഗം, കടയെടുത്ത ഭാഗം കട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഈ ഭാഗം ഇങ്ങനെ വെച്ചേക്കണം. അതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. ഈ ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്തിട്ടില്ല കേട്ടോ, ഈ മേലത്തെ ഭാഗത്ത്. എനിക്ക് പറഞ്ഞു തരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ചെയ്യാൻ ഭയങ്കര എളുപ്പമാണിത്. ഓക്കെ, അതിനുശേഷം താഴത്തെ ഭാഗത്തുനിന്ന് ഒരു കട്ടങ്ങ് കൊടുക്കും. അത് മുഴുവനും കട്ട് ചെയ്യാൻ പാടില്ല. അതിനുശേഷം ഇങ്ങനെ ഒരുമിച്ചങ്ങ് കൂട്ടി പിടിച്ചിട്ട് അരിയാം. എനിക്ക് ഇന്ന് സവാളയുടെ കുറേ ആവശ്യമുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കിന്ന് വീഡിയോ കാണിച്ചു തരാമെന്ന്. പിന്നെ തിരിച്ച് വയ്ക്കുക. ഇങ്ങനെ വന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ ചെറുതായിട്ടങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. നാട്ടിലത്തെ സവാള വരാത്ത കാരണം ഇത് പുറത്തുനിന്ന് വരുന്ന സവാളയാണ്. നാട്ടിലത്തെ സവാളയുടെ ആ ഒരു ടേസ്റ്റും ഇല്ല, ആ ടെക്സ്ചറൊക്കെ കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ സവാള ഉപയോഗിക്കാൻ എന്തോ പോലെ. അപ്പോൾ ഈ നൈസായിട്ടുള്ള ചോപ്പിങ്ങും നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വട്ടത്തിലുള്ള മുറിക്കലാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ നേരെ, അത് പിന്നെ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത്ര ഈസിയാണ്. ഇതേപോലെ സവാള എടുക്കുക. സാലഡിലേക്കൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഓണിയൻ റിംഗ് ഒക്കെ ഉണ്ടാക്കില്ലേ, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പിടിക്കുക. നിങ്ങൾക്ക് എത്ര വേണോ വലിപ്പം അതിനനുസരിച്ചങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ രീതിയിലുള്ള കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കാം. ഇനി ബാക്കി ഒന്ന് കാണിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചൈനീസ് റെസിപ്പീസിലൊക്കെ മഞ്ചൂരിയൻ ഉണ്ടാക്കുമ്പോഴും ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോഴും ഒക്കെ നമ്മൾ ചെയ്യാറില്ലേ, ആ രീതിയിലൊരു കട്ടിങ് കൂടെ ബാക്കിയുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ തലഭാഗം കളയാത്ത ഒരു സവാള എടുക്കുക, പകുതിയായിട്ട് അങ്ങ് മുറിക്കുക. പിന്നെ ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്കിപ്പോൾ ഡൈസ് ചെയ്യാന്ന് പറയുമ്പോൾ അത് നമുക്ക് ഒരുപാട് വലുതാക്കി ഡൈസ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ പനീർ ടിക്ക ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി വലുതായിട്ടാണ് നമ്മളിതങ്ങ് മുറിച്ചെടുക്കാറുള്ളത്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് രണ്ടായിട്ട് മുറിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ നമ്മൾ ചൈനീസ് ഡിഷസിലൊക്കെ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒരു പകുതി എടുത്തിട്ട് അതിനെ മൂന്നായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ വെച്ച് ഇങ്ങനെ മൂന്നായിട്ട് മുറിക്കുക, മൂന്നായിട്ട് ഇങ്ങനെ മുറിക്കുക. അതിനുശേഷം ഇതിൽ നിന്ന് ഇത് ഓരോന്നും അങ്ങ് വിടിയിച്ചിട്ട് കൊടുക്കുക. ഇതിനെ ഡൈസ് ചെയ്യാന്ന് പറയാം ചൈനീസിൻ്റെ ഡിഷിന് വേണ്ടിയിട്ട്. ഓക്കെ, തന്തൂരിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇതിനെ നമുക്ക് ഹാഫായിട്ട് അങ്ങ് ഇതേപോലെ അങ്ങ് മുറിക്കുക, തിരിച്ച് ഹാഫായിട്ട് അങ്ങ് മുറിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ പനീറിൻ്റെ കൂടെയൊക്കെ നമുക്ക് അങ്ങ് കമ്പിയിൽ കോർക്കാനും ഒക്കെ ഇതേപോലെയാണ് നമ്മളങ്ങ് മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് സാധാരണ രീതിയിൽ ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളൂ കട്ടിങ്ങൊക്കെ.
അപ്പോൾ ഈ രീതിയിലുള്ള കട്ടിങ്ങാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.